നെയ്തൽ ടോക്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ RJ അനുഷയാണ്. ഇന്ന് നെയ്തൽ ടോക്സിൽ എന്റെ ഒപ്പമുള്ളത് ചവിട്ട് നാടകങ്ങളുടെ തന്നെ ആശാനായിട്ടുള്ള സൈമൺ സാറാണ്. പക്ഷേ കുട്ടപ്പൻ ആശാൻ എന്ന് പറഞ്ഞാലാണ് പലർക്കും സാറിനെ അറിയാൻ സാധിക്കുള്ളൂ. ദേവാസ്ത വിളിയിലൂടെയാണ് തുടക്കമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചവിട്ട് നാടകങ്ങളുടെ ആശാനായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ സാർ നമസ്കാരം, നെയ്തൽ ടോക്സിലേക്ക് സ്വാഗതം. സാർ, എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ ഒരു ദേവാസ്ത വിളി? ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ദേവാസ്ത വിളി പോർച്ചുഗീസ് മിഷണറിമാർ ഭാരതത്തിൽ വന്നപ്പോൾ ഇവിടെ മതത്തെക്കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ സെന്റ് സേവ്യർ പായ്ക്കപ്പൽ മാർക്കം ഭാരതത്തിൽ വന്നു എന്ന് ചരിത്രം പറയുന്നു, വായ്മൊഴി. അങ്ങനെ വന്ന സമയത്ത് വന്നിട്ട് ഇവിടെ മതത്തെക്കുറിച്ചൊന്ന് പറയാനോ പഠിക്കാനോ നോക്കാവുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ പുള്ളി ഒട്ട് കഷ്ണം എടുത്തിട്ട് നിശബ്ദതയുടെ സമയത്ത് പോയി കൊട്ടുക. പിന്നെ 2-3 പ്രാവശ്യം മണിനാഥം മുഴക്കും. മണിനാഥം കേൾക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറയും. ഒരു പ്രാർത്ഥനയാണിത്, ദേവസ്വം. അപ്പൊ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ അന്ന് പാപം ചെയ്യുന്നവര് പാപത്തിൽ നിന്ന് പിന്തിരിയുക, ദൈവത്തേക്ക് അടുക്കുക. പാപം കൂടുതലായിക്കഴിഞ്ഞാല്, പാപം ചെയ്ത് കൂടുതൽ ആയിക്കഴിഞ്ഞാല് മരണം ഉറപ്പാണ്. അപ്പൊ ആ മരണം കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ നിന്നും സംഭവം കിട്ടത്തില്ല, നരകത്തിൽ പോകും. അതുകൊണ്ട് പാവം ചെയ്യാതെ മേലിൽ ജീവിക്കാൻ ഒരു ആഹ്വാനം കൊടുക്കുന്നതാണ് ദേവാസ്തവിളി. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദേവാസ്തവിളി നടത്തുന്നത്? ഇത് ജനങ്ങള് മതം വിശ്വസിക്കാൻ, ക്രിസ്തു മതത്തെ വിശ്വസിക്കാനും ക്രിസ്തു മതം എങ്ങനെയുള്ളതാണെന്നറിയാനും മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി, പൈശാചിക ശക്തിയെ അകറ്റാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാഗീതം അല്ലേ? അതായത് ഇതിന്റെ ചെന്തമിഴാണ് ഇതിന്റെ ഇത് ഭാഷ, ചെന്തമിഴാണ്. അപ്പൊ അന്ന് ചെന്തമിഴാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ദേവാസ്തവിളി, പെസഹാപ്പാട്ട്, അമ്മാനം, മാതാവണക്കപ്പാട്ട്, ചവിട്ട് നാടകം, ഇതെല്ലാം ചെന്തമിഴാണെന്ന് തിരിക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ ചെന്തമിഴാണ് ഈ ദേവാസ്തവിളി തുടങ്ങുന്നത്. അത് ഇപ്പൊ നമ്മുടെ വിളിയുടെ ഒരു ആദ്യ ഘട്ടം ഇത് മുസ്ലിം വാങ്കുവിളി പോലെ ഉച്ചത്തിൽ ഇടത് കൈ ഇങ്ങനെ വയറിന് നെഞ്ചിന് താഴെ ഇങ്ങനെ പിടിച്ചിട്ട് വലത് കൈ തലയുടെ പുറവശം ഇങ്ങനെ പിടിച്ചിട്ട് ഉച്ചത്തിൽ ആഞ്ഞു വിളിക്കുന്ന ഒരു സംഭവമാണ് ദേവാസ്ത വിളി. ഈ വിളിക്കുന്ന ഓരോ വാക്കിനും അത് വ്യക്തമായി കേൾക്കും. അത്ര ഉയരത്തിലാണ് വിളിച്ച് പറയുന്നത്, സ്ഫുടകമായി കേൾക്കാൻ പറ്റും. കാരണം ഇന്നത്തെ പോലുള്ള വലിയ കൊട്ടാരങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വീടുകളാണ്. അപ്പൊ നിശബ്ദതയാണ്, നല്ല ശരിക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാവും കേൾക്കുന്നവർക്ക്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർ ഓർക്കും നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ആ വഴിക്ക് പോകരുത് എന്നുള്ളൊരു താക്കീതാണ്. അപ്പൊ അങ്ങനെ പിന്മാറി ആളുകൾ ദൈവത്വങ്ങൾക്ക് വരികയും അടുക്കുകയും ചെയ്യും, പാപത്തിൽ നിന്ന് പിന്തിരിയും. പിന്നെ സാത്താന്റെ പ്രഹരമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ വിളി കേൾക്കുമ്പോൾ സാത്താന്റെ ആ പ്രഹരം മാറും എന്നുള്ളതാണ് വിശ്വാസം അല്ലേ? ശരിക്കും എത്ര പേര് ചേർന്നിട്ടാണ് ഈ ഒരു ദേവാസ്തവിളി വിളിക്കുന്നത്? കൂട്ടത്തിൽ ഒരു 5 പേരെങ്കിലും കുറഞ്ഞത് ഉണ്ടാവും. 6, 5, 6, 7, 8, 9 പേര് വരെയൊക്കെ പോയിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പോലെ വഴികളിലൊന്നും വെട്ടവോ ഒന്നുമില്ല, മണ്ണുളക്കിന്റെ പ്രകാശമേ ഉള്ളു. കാടും നേരിയ വഴികളൊക്കെയാണ്, ഇതിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഭയാനകമായ ഒരു പോക്കാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം പറയുമ്പോ തന്നെ ദേവസ്ഥലിക്കാൻ പോകുന്നവർക്ക് പൈശാചികത്തിന്റെ ഒരു ഇതുണ്ടാകും എന്നുള്ള ഒരു ഉള്ളിൽ ഒരു ഉൾഭയമുണ്ട്. അപ്പൊ ആ ഉൾഭയത്തോടുകൂടി തന്നെ ഇങ്ങനെ ചെല്ലുമ്പം ഇവിടെ ഓരോരുത്തരും ഇങ്ങനെ മനസ്സിലിങ്ങനെ അടക്കിപ്പിച്ചാൽ പോണം. അതുകൊണ്ടാണ് ദേവസ്ഥലിക്കാൻ പോകുന്നവർ ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ കണ്ടു, പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അത് അവിടെ അത് കണ്ടു. പണ്ടിപ്പോ പ്രായമുള്ള ചിലർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടിരുന്നു. അതൊന്നുമല്ല, അത് നമ്മുടെ ഉള്ളിൽ കേൾക്കുന്ന ഒരു നമ്മൾ പോകുന്ന കാര്യം എന്തിനാണോ അത് ഉറച്ച് നമ്മൾ വിശ്വസിച്ച് പോയാൽ ഒന്നുമില്ല. ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാലും നമ്മളെ അടിച്ചിടും എന്നുള്ള നോക്കുന്നവരെ നമ്മൾ നോക്കുമ്പം ഒരു നിഴല് പുറകിൽ കണ്ട് അത് മതി അയാളിനെ ഭയപ്പെടാൻ. അതാണ് എന്റെ കാരണം. അതുകൊണ്ടാണ് പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞത്. പട്ടി ഓരിയിടുന്ന കാര്യം ഇന്നവിടെ പേപ്പറിൽ ഞാൻ കണ്ടു. പട്ടി ഓരിയിടുന്ന വെച്ചാല് ഒച്ച കേൾക്കുമ്പോൾ പട്ടി ഈ അതിന്റെ കൂടെ കിടന്ന് വെച്ചിടും. പക്ഷെ പട്ടിക്ക് വേറൊരിതുണ്ട്, പൈശാചിക ശക്തി അവരുടെ ഇതേ കാണുമ്പോഴത്തേക്ക് പട്ടി ഓരിയിടുന്ന പണ്ട് ഒരു പറച്ചിലുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് പട്ടി ഓരിയിടുന്നത്. അപ്പൊ രണ്ടും നമുക്ക് വിശ്വസിക്കാം, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. സാർ ശരിക്കും ചവിട്ട് നാടകങ്ങളുടെ ആശാൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും തുടക്കം ദേവാസ്ത വിളിയിലൂടെയാണ്. എത്ര നാളായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്?
ഞാനിപ്പോ 60 വർഷം കഴിഞ്ഞു. 60 വർഷം. അപ്പൊ എത്ര വയസ്സ് തൊട്ടായിരുന്നു ഇതിന്റെ ഒരു 10 തുടക്കം? വയസ്സ് മുതൽ കുരിശ് പിടിക്കാൻ പോകുമായിരുന്നു. ആ. എന്റെ അച്ഛൻ ആണ് എന്റെ ആശാനായിരുന്നു. എന്റെ അപ്പൂപ്പനാണ് ഇതിന്റെ മെയിൻ ആശാൻ. അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അച്ഛൻ ഇതിന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ഇതിന് പോകുന്നത്. അപ്പൊ അന്ന് കൊച്ചായിരുന്നു, ഞാൻ കുരിശ് പിടിക്കാൻ ഞാൻ പോകും. അപ്പൊ അന്ന് മുതൽ ഞാനിത് പോയി വന്നപ്പോഴത്തേക്ക് ഇത് കേട്ട് 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 ആണ് ഞാനിത് പഠിക്കാൻ കാരണം. അതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി. ഞാനൊരു 2-3 കാര്യങ്ങൾ പറട്ടെ. എങ്ങനെ വന്നപ്പോ ദേവസ്ഥകളി പഠിച്ചു, പാട്ട് പഠിച്ചു, മാതാവണക്കപ്പാട്ട് പഠിച്ചു. അപ്പൊ എന്റെ അച്ഛൻ ചവിട്ടുനാടകത്തിലെ ബ്രിജീന രാജ്ഞായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ചവിട്ടുനാടകത്തിലെ രാജ്ഞായിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനെ വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും ഇരുന്ന് പാടും. അമ്മ ക്ലാസിക്കൽ സംഗീതമൊക്കെ പഠിച്ചായിരുന്നു. യേശുവിന്റെയും മാതാവിന്റെ ഒക്കെ പഴയ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട് കേട്ടാണ് ഞാനിത് പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഒരു ഇത് കിട്ടിയിരിക്കുന്നത്. അതെ അല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും ഒരു 2 വരി നമുക്ക് വേണ്ടിയിട്ടൊന്ന് മൂളാൻ പറ്റുമോ ദേവാസ്തവിളി? തീർച്ചയായിട്ടും. 43 വരികളുണ്ട് ദേവാസ്തവിളി. അടി. അപ്പൊ അതിൽ നമുക്ക് എല്ലാം വിളിച്ച് നമുക്ക് ആക്കല. ഒരു 4-5 അടി ഞാൻ വായിക്കാം. ഓക്കെ ഓക്കെ. സർവദൈവ പ്രകാശം நிறைந்திருக்கிறோம் சந்தேஸ்ம சக்கர வேந்து புக்கோ சென்மபாபம் இல்லாமல் சென்மத்தில் பிறந்த எப்போதும் பரிசுத்த கன்னியாஸ்திரியும் நமதாண்டவளுமாகிய அர்ச்சிஷ்ட மரியனாயைக்கும் அனந்ததோஸ்திரம் உண்டாக கடவதோ உத்தம பக்தி விசுவாசமுள்ள கிறிஸ்தவர்களே, நம்முடைய நாயகன் இயேசு கிறிஸ்துவின் சொந்த ஊழியப்பேர்களே, அக்கினியோ நவரவத்தூர் என்கிற உத்தரிக்கிறோ ஸ்தலத்திலே இருக்கிறோ ആത്മാക്കൾ അവர்களതിலே അനുഭവിக்கிற കസ്തിവാദകൾ തകർന്നു പോ. അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് കൂതാശയ എന്ന കാര്യത്തെ പറ്റി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഇവിടെ ഇവിടെ വസിക്കുന്ന പൈശാചികമായ ബാധകൾ തകർന്നു പോകട്ടെ. അതാണ് ആ വിളി വന്നപ്പോ ഇങ്ങനെയുള്ള വിളിയാണ്. ഇനി അടുത്തത് ഒരു 2 വരി കൂടി. പാപത്തെ കുറിച്ച് ഉള്ളതാണല്ലേ. അപ്പൊ പാപം ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടിയുള്ള ആ ഒരു കേൾക്കാൻ വേണ്ടിയാ. കഠിനமான சாபான பாபத்தில் அகப்பட்டிருக்கிற கிறிஸ்தவர்களே, அவர்கள் அந்த துர்க்கந்தமான பொல்லாத பாபக்கிரியைகளே விட்டு நீங்கவோ. நாங்கள் முன்மறந்திருக்கிற பாபங்களுக்காக வேதனைப்படுவோ. இனிமேல் சர்வேஸ்வரர் நல்வழியிலே நடத்தி வைக்கத்தக்கதாகவோ. கர்மமான சாபான பாபத்திலே இருந்து மரணத்தை அடையாதபடிக்கும் பராபரத்து கொள்போ.
ശാവു വരുവത് നിശ്ചയമാനതല്ലോ. வாழ்வு சொற்பனாளைக்கு உறுதி நேரம் നിശ്ചയമല്ലാതല്ലോ. പാപത്തെ കുറിച്ച് പറഞ്ഞ് അത് കഴിഞ്ഞ പറഞ്ഞെന്താ പറയാ, വീണ്ടും മഹാകണ്ഠமான ശാപാന പാപത്തിലെ ഇരുന്ന് പാപം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ ഇരുന്ന് വരുമ്പോ മരണത്തെ അടയാ പിടിക്കും. മരണത്തോട് അടുക്കുകയാണ്. മരണത്തെ അടയാ പരാപരത്തെക്കൊള്ളും. ദൈവത്തെ വിളിക്കാൻ അത് വിട്ടുപിടിച്ചത്. പരാപരൻ ദൈവം, ദൈവത്തെ വിളിക്കുക, പരാപരത്തെക്കൊള്ളൂ. നീ ഓർക്കുക, ശാവ് വരുന്നത് നിശ്ചയമാനതല്ലോ. നിനക്ക് മരണം ഉറപ്പാണ്. അപ്പൊ മരണം ചെല്ലുമ്പോൾ നല്ല മരണം കിട്ടണമെങ്കിൽ പാപദോഷമില്ലാതെ ചെല്ലണം. അപ്പൊ പാപത്തിലകപ്പെട്ട് ചെന്നാൽ എവിടെ പോവും? നരകത്തിൽ പോവും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി പോവാ. പിന്നെ നിന്റെ ജീവിതം കുറച്ച് നാളത്തേക്കുള്ള, അതാ പറഞ്ഞത്, വാഴ്വ് സ്വൽപ്പനാൾ, വാഴുക ജീവിക്കുക. വാഴ്വ് സ്വൽപ്പനാളേക്ക് ഉറുതി നേരം നിശ്ചയമല്ല. നിന്റെ മരണസമയത്തെ പറ്റി ആരും പറഞ്ഞിട്ടില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ മരണം ഉറപ്പാണ്. വാഴ്വ് സ്വൽപ്പനാൾ, ഉറുതി നേരം നിശ്ചയമല്ല. നേരത്തെ പറഞ്ഞ് മരിക്കും നീ, പക്ഷെ മരണസമയം നിശ്ചയമില്ല. അപ്പൊ ഇതാണ് ആ വിളിയിലുള്ള. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും തീർന്നങ്ങനെ. അതുപോലെ തന്നെ ഈ ഒരു മിനിറ്റ്, നരകത്തെ പറ്റി പറഞ്ഞില്ല. അപ്പൊ നമ്മൾ പറയല്ലേ നരകത്തിൽ പോകുന്ന പറയാം. നരകത്തിലെ ഉള്ള ആളുകൾ കാണാൻ യോഗ്യതയുള്ളവരാണ് നമ്മൾ പറഞ്ഞല്ലേ, കൊമ്പും വെച്ചിരിക്കണം അങ്ങനെയൊക്കെ പറയല്ലേ. അപ്പൊ അതുപോലെ ആ വിളിയിൽ ഇതാ പറഞ്ഞ, നരകത്തില് അവലക്ഷണமான പേയ്കളും പേയ് പിശാച് കൊല്ലാத പാപികൾ കൂട്ടവോ அவர்களதிலே இருந்து எழும்பெறு அக்கினியிலே விழுந்து அக்கினிப்படுவதை பாருங்கோ. നരകത്തിലെ അപലക്ഷണமான പേയ് പിശാചി, ഭക്ഷണം കെട്ടത് പിശാചി, അപലക്ഷണமான പേയ്കളും പൊല്ലാതെ അവിടെ ചെല്ലുന്നവരാണ്. നരകത്തിൽ ചെല്ലുന്നവരാണ് പാപികൾ. പൊല്ലാതെ പാപികൾ കൂട്ടവും, പാപികൾ ചെല്ലുന്ന പാതാളമാണ് പാപികൾ കൂട്ടവും. അവർകളിലെ ഇരുന്ന് എളുമ്പ് അക്കിനിയിലെ വീണ്, തീ കുണ്ടത്തികൾ അക്കിനിയിലെ വീഴുന്ന് അക്കിനിപ്പടി പോയി കരച്ച് നിലവിളിക്കുന്നു കൂട്ടമായി. അപ്പൊ അതാണ് ആ അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പാപം ചെയ്യാതെ ജീവിക്കാൻ പറയുന്നത്. അങ്ങനെ ദേവസ്ഥകളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചോതുന്നതാണ് ദേവസ്ഥകളി. ഇത് കേൾക്കുമ്പോൾ പണ്ട് ദേവസ്ഥകളിക്ക് മണിയിടുമ്പോൾ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ചില വീടുകാർ ഉടനെ തന്നെ വിളക്കൂരി കെടുത്തിയിട്ട് കിടന്നനങ്ങാതിരിക്കും, പേടിച്ചിട്ട്, ഭയപ്പാട്. ചില ആൾക്കാര് അഥവാ ഉറങ്ങിപ്പോയെങ്കിൽ അവർ ഉണർന്ന് തിരികെ എത്തിച്ച് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും, കുരിശുവരച്ച് പ്രാർത്ഥന ചൊല്ലും. അത് രണ്ട് കാര്യമാണ്. ചിലര് കേട്ട ഉടനെ തിരികെ എത്തിച്ച് പ്രാർത്ഥിക്കും, ചിലര് കേട്ട ഉടനെ തന്നെ വിളക്ക് കിടത്തിയിട്ട് പേടിച്ചിട്ട് ഭയപ്പെട്ട് കിടന്നു. രണ്ട് രീതിയിലുള്ള സമീപനം. ചില ആൾക്കാര് വളരെ തുച്ഛമായ പേര് ഇത് കേട്ടിട്ട് ഒരുമാതിരി അവഗണന ആ ഒരു ശൈലിയിൽ മാറും, തുച്ഛമായ ആളുകൾ. അപ്പൊ രണ്ടുപേരാണ് ശക്തന്മാര്. ഒന്ന് ഇത് കേട്ട് പ്രാർത്ഥിക്കുന്നവരും, ഒന്ന് ഇത് കേട്ട് പേടിച്ച് ഭയപ്പാട് കൊണ്ടാണ്, ഭയപ്പാട് കൊണ്ട് ഉറങ്ങുന്നവരും, അല്ലെ ഉറക്കം നടിക്കുന്നവര്. ഇങ്ങനെ രണ്ട് കാര്യമാണ്. അതാണ് ദേവസ്ഥളിയുടെ ഒരു ഏകദേശ രൂപം. ഇപ്പൊ ദേവസ്ഥളി നമുക്ക് തീർത്ത് വിളിക്കാൻ പറ്റത്തില്ല, അതെ, ഒരുപാടുണ്ടല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ഈ ദേവാസ്തവിളിയോട് അനുബന്ധിച്ച് വരുന്ന മറ്റൊന്നാണ് ഈ പെസഹ പാട്ട് അല്ലെങ്കിൽ പിച്ചപ്പാട്ട് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഈ ഒരു പെസഹ പാട്ട്? എന്താണ് ഇതിനെ പിച്ചപ്പാട്ടെന്ന് വിളിക്കുന്നത്? പെസഹ പാട്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് കുറെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് പെസഹ പാട്ടെന്നായത്. മുൻപ് പിച്ചപ്പാട്ടെന്ന് പറഞ്ഞ പിച്ചപ്പാട്ടുകാർ വന്നെന്നാണ് വീടുകളിൽ പറയുന്നത്. അടുത്ത വീട്ടിൽ പറയും അമ്മ പിച്ചപ്പാട്ടുകാർ വരുന്നു എന്നിങ്ങനെ പറയുമായിരുന്നു. ഇപ്പൊ പിച്ചപ്പാട്ട്. ഈ പിച്ചപ്പാട്ട് എന്ന് പറയാൻ കാരണം, പെസഹ പാട്ടെന്ന് പറഞ്ഞത് യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച്, ദുഃഖത്തെ കുറിച്ച്, മാതാവിന്റെ പ്രലാപം, മാതാവിന്റെ വിഷമം, ആ പാട്ടിനെ കുറിച്ച് മറ്റു എഴുതിയത്, യേശുവിനെ കുറിച്ച് എഴുതിയത്, യേശു അനുഭവിക്കുന്ന വീടുകളെ കുറിച്ച് എഴുതിയ അങ്ങനെയുള്ള ശോകമായി മാറുന്ന പാട്ടാണ് പെസഹ പാട്ട്. ഇപ്പൊ പിച്ചപ്പാട്ടെന്ന് അതിനെ പണ്ട് പറഞ്ഞിരുന്നത് ആദ്യകാലം ഉള്ളത് പിച്ചപ്പാട്ടെന്നാണ്. ഈ പിച്ചപ്പാട്ടെന്ന് പറയാൻ കാരണം എന്റെ അറിവാണ് കേട്ടോ. പണ്ട് നമ്മുടെ ഇവിടെ ഭിക്ഷകുത്തുക്കളൊക്കെ ഇങ്ങനെ ഭിക്ഷ യാചിച്ച് വരുമായിരുന്നു പറഞ്ഞു പണ്ട്. എന്നിട്ട് ഈ ചിരട്ടയില്ല, വലിയ ചിരട്ടയുടെ പുറമൊക്കെ ഇങ്ങനെ ചീവി മീനിക്കെടുത്തിട്ട് അതിന് നടക്കുന്ന ഒരു കമ്പ് കുത്തി കേട്ടിട്ട് സ്ലാഗ് കമ്പ് വലിച്ചു കെട്ടും. ഇങ്ങനെ എന്നിട്ട് ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ഒരു സൗണ്ട്, ഒരു നാദം വിളിക്കും.
അത് ഇപ്പോഴും ചില ആളുകൾ നമ്മൾ വീണയൊക്കെ വയ്ക്കാണ്ട അവർ വായിക്കുന്നവർ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അതും മൂളിക്കൊണ്ട് അവര് തലയെ തുണി വിട്ട് വീടിന്റെ വാതിക്കാർ, അവർക്ക് നമ്മുടെ ഭാഷ അറിയാൻ വയ്യ. അപ്പൊ അവര് വാതിക്കാട്ടി ഇത് ഇങ്ങനെ മൂളിച്ചിട്ട് അവരുടെ രീതിയിൽ ഒരു എന്തെങ്കിലും പാടിച്ചിട്ട് അവരിങ്ങനെ കൈ കിട്ടുമ്പോ കൊണ്ട് എന്തെങ്കിലും ഇട്ടു കൊടുക്കും. അങ്ങനെ കാശ് അന്നത്തെ ചക്രം എന്നൊക്കെ പറയുന്ന കൊടുക്കുന്ന കാലം. അങ്ങനെ കൊടുത്തിട്ട് ഇവര് പോകും. അപ്പൊ അവര് എന്തെങ്കിലും അവരുടേതായ രീതിയിലുള്ള മൂളിപ്പാട്ടൊക്കെ പാട്ട് പാടിക്കൊണ്ടാണ് ഇത് മൂളിക്കണത്, ഈ സാധനം വീണ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ട് അത് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് യേശുവിന്റെ ഈ ദേവാസ്ഥയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പീഡാനുഭവത്തെ കുറിച്ച് പാട്ടുകൾ എഴുതി. അപ്പൊ അതൊരു ഒരു പീഡാനുഭവ പാട്ടുകൾ മാതാവിന്റെ ഈ മരിച്ചെടുക്കുന്ന മഞ്ചത്തിന്റെ അടുത്ത് ഇരുന്ന് പാടാനും കേട്ടുള്ള വിലാപിക്കാൻ സങ്കടം, ഈ പുത്തമ്പാല തന്നെ പാടുന്ന പാട്ടാണ്. അപ്പൊ ആ പാട്ട് ഭവനങ്ങൾ തോറും പാടാൻ തുടങ്ങി. അങ്ങനെ ഭവനങ്ങളിൽ പോകുന്നത് 5-6 പേര് കൂടിയൊക്കെ മരക്കുരിശും മരമണിയുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇവര് ചെന്ന് പാടാൻ ചെല്ലുമ്പോ വീട്ടുകാരെന്ത് ഇവര് വന്ന കാണുമ്പോ തന്നെ നേരത്തെ തന്നെ തിരികെ എത്തിച്ച് പായ വിരിച്ച് ഇങ്ങനെ ഇട്ടിട്ട് കാത്തു നിൽക്കും. എന്റെ ഓർമ്മയിൽ ഞാൻ കുരിശടിക്കാൻ പോണ സമയത്ത് ഇപ്പൊ അടുത്ത വീട്ടിൽ പാടുമ്പോഴേ ഇപ്പുറത്തെ വീട്ടുകാരൻ തിരിയും കത്തിച്ച്, അന്ന് മെത്തപ്പായൊക്കെ ഒരുപാട് വീടുകളുണ്ടാവും, മെത്തപ്പ 2 നെയ്ത്തുള്ള, അതൊക്കെ അങ്ങോട്ട് വിരിച്ചിട്ടുണ്ട് കാത്തിരിക്കും. നമ്മളങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ വീട്ടുകാരൻ വന്ന് ഈ കയ്യിൽ നിന്ന് കുരിശ് പഠിക്കും. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തവണ പലരും വാങ്ങിച്ചിട്ടുണ്ട്. ഈ കുരിശ് വാങ്ങിച്ചിട്ട് ചുംബിച്ചിട്ടുണ്ട് നടയിൽ കൊണ്ടുപോകും. നടയെന്ന് വെച്ചാൽ രൂപത്തിന്റെ ഒരു, അപ്പൊ അന്ന് ഇപ്പോഴത്തെ പോലെ വാർക്കലൊന്നും അല്ല, അന്ന് രൂപപ്പലക എന്നാ പറയുന്നത്. രൂപത്തട്ട് അല്ലെ രൂപപ്പലക, തട്ട് പറയത്തില്ല, രൂപപ്പലക. അവിടെ കൊണ്ട് വെക്കും. അതില്ലാത്തവർ താഴത്തിങ്ങനെ ചാരി വെക്കും. വെച്ചിട്ട് കലിത്തുറ എന്നും പറഞ്ഞ സംഭവമുണ്ട്. കലിത്തുറ അല്ലെ വിരുത്തം എന്നും പറയും. ഈ കലിത്തുറ മരമണി മുഴക്കും. ആദ്യം മണി ഒഴിച്ചു കഴിഞ്ഞ ഉടനെ കലിത്തുറ ചൊല്ലും. കലിത്തുറ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ഈ പാട്ട് ആസ്വദിക്കാനായിട്ട് അടുത്ത വീട്ടിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കൂടി നിൽക്കും. ആണും പെണ്ണും കൊച്ചും ഒക്കെ വന്ന് നിൽക്കും. എന്നിട്ട് ഇവര് വട്ടം വളഞ്ഞിരുന്ന് ഇങ്ങനെ പാടുകയാണ്. ഈ പീഡാനുഭവ പാട്ടാണ് പാടുന്നത്. ആ പാട്ട് കഴിയുമ്പോൾ മണിയിടും. മണിയിട്ട് കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങും. ഇറങ്ങുമ്പോൾ ഇതിന്റെ മെയിനായിട്ടുള്ള ആശാനുണ്ടല്ലോ, ആശാൻ ഇങ്ങനെ ഇറങ്ങി വന്നവർക്ക് വീട്ടുകാരൻ അപ്പൊ നേരത്തെ തന്നെ ഇതെടുത്ത് കൈ വെച്ചോണ്ടിരിക്കാൻ, ഇത് അനങ്ങാൻ കൊണ്ട് ഇത് ഇന്നത് കൊടുക്കണമെന്നോ ഇന്നത് തരണമെന്നോ ഒന്നുമില്ല, എന്തെങ്കിലും കൊടുക്കും, അത് വായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ആശാന്റെ കയ്യിലോട്ട് ഇങ്ങനെ പതുക്കെ വെച്ചു കൊടുക്കും. അതാണ് പിച്ചപ്പാട്ടായി പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുമ്പോ പെസക പാട്ട്. അപ്പൊ ഈ പിച്ച ഇത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ഇത് വായിക്കണമെന്ന് നിർബന്ധം. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ വായിക്കണം. കാരണം അങ്ങനെ ഇവരെല്ലാം കൂടെ ചെല്ലണല്ലേ, അപ്പൊ അവർക്കത് കൊടുക്കും. പിന്നീട് ഇതിങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്ക് കുറച്ചു പേർക്ക് ഒരു ഇതായി, മക്കളൊക്കെ വലുതായി, ചിലർ ജോലിക്കാരായി. ഇപ്പൊ നമ്മുടെ തീരദേശത്താണ് ഈ കലാരൂപം കൂടുതലുള്ളത്, വേറെങ്ങുമില്ല. അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ വലുതായി വന്നപ്പോഴത്തേക്ക് മറ്റു പിള്ളേരുമായിട്ട് കളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവര് പറയും, നിങ്ങൾക്ക് ഇതിന്റെ ഇറച്ചിക്ക് കാശത്തല്ലെന്ന് പറയും. ഈ പാടാൻ പോയി വരുമ്പോ ഈ ഭിക്ഷ കിട്ടുന്ന കാശില്ലേ, ഇതിന്റെ ഒരു ഷെയർ ഇവർക്ക് കിട്ടും. അപ്പൊ ഇത് കിട്ടുമ്പോഴത്തേക്ക് ആ പെരുന്നാൾ ആഘോഷമാണ്. അപ്പൊ അതിന് ഇങ്ങനെ കളിയാക്കുന്നപ്പോഴത്തേക്ക് ഇനി ഇതിന് പോകണമെന്നുള്ള ഒരു തീരുമാനമുണ്ട്. അതാണ് ഇത് നിൽക്കാനുള്ള ഏറെ കാരണം. ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ നിൽക്കാൻ, ഇതിന് പോകാതിരിക്കാൻ. പിന്നെ രാത്രിയില് 1 മണിക്ക് 2 മണി 12 മണി തൊട്ട് മണി അങ്ങോട്ട് പിന്നെ രാത്രി ഉറക്കം നിന്ന് മഴയാണെങ്കിലും ഇടിവെട്ടാണെങ്കിലും പോയി നിന്ന് വിളിച്ച് കഷ്ടപ്പെട്ട് വന്ന അതിനകത്തൊരു നമുക്ക് ദൈവത്തിൻ്റെതായ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ അതിനെപ്പറ്റി ചിലപ്പോൾ പണിക്ക് പോകാനൊക്കെ വരും. ചിലപ്പോൾ അന്നത്തെ കാര്യം ഒരു പണി കിട്ടണം, മത്സ്യത്തൊഴിലാളിക്ക് ഒരു പണി കിട്ടണം. അപ്പൊ ആ പണിക്ക് പോകാതെ ഇതിന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ മൊത്തത്തിൽ ഇതിങ്ങനെ നിന്ന് പതുക്കെ നിന്ന്, അതാണ് ഇപ്പൊ പൂർണ്ണമായിട്ട് ഇങ്ങനെ മാറിപ്പോണത് ഇപ്പൊ. അപ്പൊ എന്തായാലും ഈ ഒരു പെസഹ പാട്ടിന്റെ 2 വരി സാറിന് ഒന്ന് മുഴാൻ പറ്റുമോ? മാതാവ് മകനെ കുറിച്ച് പറയുന്ന ഒരു പാട്ട്, മാതാവിന്റെ വിലാപം രചിച്ച ഒരു പാട്ട്. മാതൃമരിയാൾ മകനെ തേടി മനമുരുകുതേൻ, മാതൃമരിയാൾ മകനെ തേടി മനമുരുകുതേൻ, ഉയർത്തിനവും വാടുതേൻ, ഉയർത്തിനവും വാടുതേൻ, ഉയർത്തിനവും വാടുതേൻ, എന്തൻ മകനെ അരുൾ കൺമണിയെ ആദിനായക,
எந்தன் மகனே அருள் கண்மணியே ஆதிநாயகா அருள் புரியும் பாலகா அருள் புரியும் பாலகா அருள் புரியும் பாலகா பெத்த வயறு உருகுதேயந்தன் பிராணபால நே பெத்த வயறு உருகுதேயந்தன் பிராணபாலனே பரலோகவாசனே 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 தூணில் வலிந்து கசரல் அடிக்க சோரை சிதறவே தூணில் வலிந்து கசரல் அடிக்க சோரை சிதறவே உயர் துடித்து நடந்தது உயர் துடித்து நடந்தது உயர் துடித்து நடந்தது தீர்க்கதரிசி சிம்மையோ நுரைத்த தோங்கி அழுதது தீர்க்கதரிசி சிம்மையோ நுரைத்த தோங்கி அழுதது உயர் தேங்கி அழுதது உயர் தேங்கி அழுதது உயர் தேங்கி அழுதது கொட்டம் காட்சி முள் பறித்து முள் முடிதறித்தது கொட்டம் காட்சி முள் பறித்து முள் முடிதறித்தது நமதேசுவின் சிரசில் நமதேசுவின் சிரசில் நமதேசுவின் சிரசில் குரிசும் சுமந்து நடக்கவே உடல் குலுங்கி விழுந்திரோ குரிசும் சுமந்து நடக்கவே உடல் குலுங்கி விழுந்திரோ கோபத்துடனே நடத்திரோ கோபத்துடனே நடத்திரோ കോപത്തുടനെ നടത്തിരോ. പിന്നെ അങ്ങനെ 12 ശിഷ്യന്മാർക്ക് അപ്പം പങ്കിട്ട് അങ്ങനെ അങ്ങനെ പാട്ട് അപ്പൊ ഈ എന്റെ പ്രസവിച്ച ഉദരം പെത്ത വയറ് തകർന്നു പോണമാനെ അല്ല അതാണ് ഒന്ന്. പിന്നെ കുരിശിൻ ചുമന്ന് നടക്കവേ ഉടൽ ഭാരത്തിന് ആ ഭാരവും എല്ലാം കൊണ്ട് ഉടൽ കുലുങ്ങി വിറച്ച് അല്ല കുലുങ്ങതല്ല വിറച്ച് വീഴുകയാൻ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ പാട്ടിൽ പറയുന്നത്. അപ്പൊ അത് വളരെ ശരിക്കും ഈ ചുമയും ശ്വാസത്തിന്റെ ഇതൊക്കെ ഉള്ളതാണ്. അല്ലെങ്കിൽ പാട്ട് വളരെ സാവകാശമായിരുന്നു. അപ്പം ഈ പെസഹ പാട്ട് പാടാൻ ഇരിക്കുന്നതിന് മുൻപേ വിരുത്തം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പെസഹ പാട്ടോടെ പാടാം. ഉമ്മതു മകൻ ശിഷ്യർകള പന്തിയിൽ വൈ ഉമതു മകൻ ശിഷ്യർകള പന്തിയിൽ വൈത്ത് യുഗപാദകാൽ കഴുകി ഉണ്மை சொல்லு மனது மனம் தெளிந்தெளிந்து பூங்காவில் சென்று
வனாதி தன்னை வணங்கி வேண்டல் செய்து கனதியுட രക്തം നീ വിയർത്തേയുന്ത കനതിയുട രക്തം നീ വിയർത്തേയുന്ത കനബിരിയ തുടർന്ന വെകുകസ്തി എണ്ണേ அல்லல் துயர் அறைபெடுத்தேன் எனக்காய் வேண்டி கைகுவித்தேன் വ്യാകുലമാതാവേ തോസ്ത്ര ഒരു കലിത്തുറന്ന് പറയും അല്ലെങ്കിൽ വൃത്തം. പെസഹ പാട്ട് എന്ന് പറയുമ്പോ ഒത്തിരി ഉണ്ട്, ഒത്തിരി പാട്ടുകളുണ്ട്. അല്ലെ ശരിക്കും നമ്മളിത് പെസഹ വ്യാഴാഴ്ച പാടുന്ന വ്യാഴം വെള്ളി ശനി 3 ദിവസം പാടും. ഈ 3 ദിവസം പാടും. പണ്ട് പാടിക്കൊണ്ടിരുന്നതാണ്. വ്യാഴം വെള്ളി ശനി 3 ദിവസം പാടും. മുൻപ് വ്യാഴം വെള്ളി മാത്രമേ പാടുള്ളായിരുന്നു. അപ്പൊ അന്ന് അതിന്റെ കാരണം അറിയാം, അന്ന് ഇതുപോലെ എല്ലാ പള്ളികളിലും പെസഹാടിയതര ഇല്ല. ഞാൻ പറയുന്നത് സത്യമാണ്. അന്ന് എല്ലാ പള്ളികളിലും പെസഹ മഞ്ച രൂപം വെച്ചിട്ടുള്ള അതൊന്നുമില്ല. തങ്കിപ്പള്ളി, പൂങ്കാവള്ളി, രണ്ട് പള്ളിയിലാണ് കൂടുതലും ഇതുള്ളത്. ആൾക്കാരെല്ലാം പോണത് അവിടെ. അപ്പൊ വീടുകളിൽ ജനം ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഈ കർമ്മം നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ദുഃഖവെള്ളിയാഴ്ച ഒരു 12 മണി കഴിയുമ്പോ എല്ലാവരും പോവും. അപ്പൊ പാട്ട് നിർത്തി പോവും. അപ്പൊ പിന്നെ പിറ്റേ ദിവസം മുതൽ പിറ്റേ വർഷം പരാതികൾ വരും. അതിനാണ് ശനിയാഴ്ച മുതൽ പാട്ട് വീണ്ടും വെച്ചത്. അപ്പൊ എല്ലാരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അല്ല അത് പാടുന്നതിന് കുഴപ്പമില്ല. വടക്കോടെല്ലാം പോയിട്ട് ലാസർ ഞായറാഴ്ച മുതൽ പാടുന്നവരുണ്ട്, ഓശാന ഞായറാഴ്ച മുതൽ പാടുന്നവരുണ്ട്. അങ്ങനെ പലരും ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ്. നമ്മളിപ്പോ ഈ പുത്തമ്മാനൊക്കെ ചൊല്ലത്തില്ലേ, യേശുവിനെ ഇങ്ങനെ മരിച്ചു കിടത്തി കഴിഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ ഇരുന്ന് സൈഡിൽ നിന്ന് പാടുന്ന അങ്ങനെ ഈ പെസഹ പാടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ വീടുകളിൽ പോയി പാടിയിട്ട് നാട്ടിൽ ദുഃഖവെള്ളിയാഴ്ച മഞ്ചത്തിന്റെ അടുത്ത് പോയിരുന്നു പണ്ട് പാടുമായിരുന്നു. ഞാൻ എന്റെ ഓർമ്മയിൽ കേട്ടില്ല, പണ്ട് പറഞ്ഞിട്ടുള്ള പോയി പാടുമായിരുന്നു. പിന്നെ പാട്ട് അറിയാവുന്നവര് പോയിരുന്നു അവിടെ ഇരുന്ന് പാടും. പിന്നെ കൂടുതലും പാടുന്നത് ഈ അമ്മാനവും പുത്തമ്പാനയാണ്. പുത്തമ്പാനയാണ് ഇപ്പൊ കേൾക്കുന്നത്. അമ്മാനം എന്ന് വെച്ചാൽ പുത്തമ്പാനയുടെ തന്നെ വേറെ മലയാളം. പുത്തമ്പാനയുടെ അല്ല, അമ്മാനത്തിന്റെ തന്നെ മലയാളം. അമ്മാനത്തിന്റെ മലയാളമാണ് പുത്തമ്പാന. പക്ഷെ അമ്മാനത്തിലുള്ള ആ അർത്ഥങ്ങളും തന്നെ അല്ല. അത് അർണോസ് പാതിരി ഒരു അച്ഛൻ എഴുതിയാണത് മലയാളം. അമ്മയുടെ മാതാവിന്റെ വിലാപം. അതുപോലെ പിന്നെ 5-ാം ഭാഗം മാതാവിന്റെ പ്രലാപം. നമ്മളെ ചൊല്ലി വരുന്നത് 12-ാം പാദം എന്തോല്ലേ, അമ്മ തന്നെ. 5-ാം പാദം എന്ന് വെച്ചാ അത് അമ്മാനത്തിലെ ഭാഗമാണല്ലേ. 5-ാം ഭാഗം പിന്നെ മാതാവിന്റെ പ്രലാപം. സെന്റാർ തിരിച്ചു സ്വന്തം ശിഷ്യരെയും താൻ കൂട്ടി എന്റെ ഇവിടെ കേട്ട് മാനയുടെ കൈപ്പാട്ട്. അങ്ങനെ തമിഴാണ്. മറ്റേ അമ്മ കന്യ മണിതന്റെ പായിക്കപ്പള്ളി പുള്ളി ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ് ഭാരതത്തിലേക്ക്. ഇങ്ങനെ വരുമ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെ അതിരിപ്പുണ്ട്. അപ്പം ദൈവത്തിന്റെ ഒരു എന്തോ ഒരു പ്രവർത്തനമാണെന്ന് തോന്നുന്നു. ഒരു കാറ്റുണ്ടായി, പായ്ക്കപ്പലിന് കാറ്റ് പിടിച്ചു, കപ്പൽ മറിയത്തക്ക രീതിയിലായി, കടൽ ശോഭിച്ചു, കടൽ പൊന്തി വന്നു, കപ്പൽ ആണ്ടുപോകാൻ പോണ അവസ്ഥയിലെത്തി. ഈ പായ്ക്കപ്പലിനകത്ത് കൂട്ടടക്കം നിലവിളിയായി പ്രാർത്ഥന. അപ്പൊ എല്ലാരും അവരവരുടെ രീതിയിലും മറ്റേ കാളയും അതും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ അവരുടെ വിശ്വാസങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ സെന്റ് സേവർ എന്ന് പറഞ്ഞാൽ അന്ന് അപ്പോസ്തലനാണ്, പുണ്യാളൊന്നുമല്ല, നമ്മളെപ്പോഴും മനുഷ്യനാണ്. ഒരു ഓവർകോട്ടൊക്കെ ഇട്ട് പ്രസംഗത്തിന് വരികയാണ്, കയ്യിലൊരു കുരിശിലുമുണ്ട്. അപ്പൊ പുള്ളി അങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. അപ്പൊ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എന്താ ഞങ്ങൾ ഇതൊക്കെ വിളിച്ചിട്ടൊന്നും കേൾക്കുന്നില്ല പറഞ്ഞപ്പോൾ എന്റെ ദൈവത്തെ വിളിച്ച വിളിയേക്കും എന്നാണ് പുള്ളിയുടെ പിന്നെ പറച്ചിലാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഇത് പറഞ്ഞ് അപ്പൊ പുള്ളി ചോദിച്ച്, ഞാൻ എന്റെ ദൈവത്തെ വിളിച്ച് കടൽ ശാന്തമായി നമ്മൾ രക്ഷപ്പെട്ടാൽ നിങ്ങൾ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുവോ എന്നാണ് ചോദിച്ചത് പറഞ്ഞ. അപ്പൊ അങ്ങനെ അവരെല്ലാം അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ചായിട്ട് ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അല്പമില്ലാതെ ഒരാളെ കുറിച്ച് ഒരു അപവാദം പറയത്തില്ല. ഒരാളെ കുറിച്ച് ഒരു തെറ്റ് പറഞ്ഞെങ്കിൽ എവിടെയെങ്കിലും ഒരു അല്പമെങ്കിലും കാണും, എങ്കിലേ പറയുള്ളൂ. ഇല്ല ഒട്ടും പറയത്തില്ല.
അപ്പൊ ഈ പാട്ട് വന്നെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ അമ്മയും അച്ഛനൊക്കെ പാടി കേട്ടിട്ടുള്ളതാണ്. അതിന്റെ ഒരു രണ്ടുപേരെ ഞാൻ കേൾപ്പിച്ചുതരാം. അപ്പൊ കപ്പലിങ്ങനെ വരിക. അപ്പൊ ഈ കപ്പല് ഇങ്ങനെ വന്നിട്ട് ഇവരെയൊക്കെ രക്ഷപ്പെടാൻ കാരണവും കടലിലൊരു ഞണ്ടുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. കുരിശണ്ടെന്നും പറഞ്ഞൊരു ഞണ്ട് പണ്ടുണ്ടായിരുന്നു. പണ്ടല്ല, ഇപ്പോഴും ഉണ്ട് കുരിശണ്ട്. തിരക്ക് വയ്ക്കണം, പ്രായമുള്ളവരോട് തിരക്ക് വയ്ക്കണം. പ്രായമുള്ളവരോട് ഇപ്പൊ ഇന്നല്ല നാളെ തിരക്ക് വയ്ക്കൂ. കടലിൽ ഒരു ഞണ്ടുണ്ട്, കുരിശണ്ട്, വലിയ ഞണ്ട്. ആ ഞണ്ടിന്റെ പുറത്ത്, തോടിന്റെ പുറത്തേക്ക് നോക്കിയാൽ കറക്റ്റ് ഒരു കുരിശാണ് ഇങ്ങനെ. ഒരു കുരിശുണ്ട്. അപ്പൊ ഈ കുരിശ് ഈ കുരിശെന്ന് ഇങ്ങനെ പേര് വരാൻ കാരണം ഇത് പിന്നെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുണ്യാളനാണ് ഇങ്ങനെ സെന്റ് സേവർ വന്നതിനെ പറ്റിയുള്ള ഒരു പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കാരണം ഇവർ രക്ഷപ്പെടണമല്ല. അപ്പൊ അങ്ങനെ പുള്ളി ചെയ്ത ആ ഒരു കൃത്യം അന്നത്തെ എഴുത്തുകാരൻ ചിന്നത്തമ്പി വേദന അല്ല, അന്നത്തെ ആരും അണ്ണാവിമാര് രചിച്ചതാണ് ആ പാട്ട്. എന്റെ ഇത്ര ഇതാണ്: സമയമെങ്കൽ കിരങ്കയ സംഭ്രംസിസ്ക് ശൗര്യാർ മധവനെ തുയ്യ. ശൗര്യാർ പുണ്യാളൻ, അതാണ് സെന്റ് ഫ്രാൻസിസ്. സമയമെങ്കൽ കിരങ്കയ സംഭ്രംസിസ്ക് ശൗര്യാർ മധവ. സൗണ്ട് പോയി. സമയമെങ്കൽ കിരങ്കയ സംഭ്രംസിസ്ക് ശൗര്യാർ മധവനെ തുയ്യാം. സംഭ്രംസിസ്ക് ശൗര്യാർ മധവനെ തുയ്യാം. സമയം എങ്കളை പാരും താസർ തുമ്പമായി തീരും. സകല പദத்தையும் சததம் புரிந்தருள் சகல பணக்கிணை பாரில் உரைதுர் தகில சப்ரசதம் அடிய வருக்கின்ற அனவரத அடி துதிகள் புகழ் பெறும் சமய வெங்கல் கிரங்கையா സംഭ്രംസിസ്കി ശൗര്യാർ മധവനെ തുയ്യാ. സംഭ്രംസിസ്കി ശൗര്യാർ മധവനെ തുയ്യാ. ഈ സമയം കടൽ ശോഭിച്ച് ഇങ്ങനെ ഭയങ്കരപ്പെട്ട ഒരു തിരമാല ഇങ്ങനെ ഈ കപ്പലിനെ വിഴുങ്ങാൻ പോണ പോലെ ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒടിഞ്ഞു വരികയെ വളഞ്ഞു വരിക. അപ്പൊ എല്ലാരും അകപ്പെടാൻ പോണ സമയമാണ്, മനസ്സിലാവത്. അപ്പൊ ഭയാനമായ എല്ലാം നിൽക്കുന്ന സമയത്ത് ഈ അപ്പോസ്തലൻ, ഈ സെന്റ് ഫ്രാൻസിസ് സേവർ എന്താ കയ്യിരുന്ന കുരിശിനുമില്ല എടുത്ത് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഇതിൽ കാണിച്ചില്ലെങ്കിൽ, രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിന് പോണം, ഞാൻ ഈ ജോലിക്ക് പോയിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തിരയിൻ മൂടിയതാകെ തിരുക്കുരിശിൻ സ്വരൂപം. തിര, കടൽ, കടലിന്റെ തിര കണ്ടില്ല, കടലിലെ തിര പൊങ്ങി വേണ്ടത്. തിരയിൻ മുടി അറ്റം, അതിന്റെ തുമ്പ് ഒടിയാൻ പോണ ആ തുമ്പ്. തിരയിൻ മൂടിയതാകെ തിരുക്കുരിശിൻ സ്വരൂപം. തിട്ടമുടൻ இந்த തിമിരാഴിയിൽ താഴത്തിടമുടനയോർ കർക്കടകമതിൽ. തിട്ടം പെട്ടെന്ന്, തിട്ടമുടനിന്ത തിമിരാഴി, കടലി, ആഴി കടലി. തിട്ടമുടനിന്ത തിമിരാഴിയിൽ താഴത്തിട്ട് പ്രാർത്ഥിച്ചോണ്ട്, പ്രാർത്ഥിച്ചോണ്ട് അതാണ് വഴി. പ്രാർത്ഥിച്ചോണ്ട് കിടപ്പടിട്ട് തിട്ടമുട തിമിരാഴിയിൽ തിടമുടനോർ താഴത്തിട്ടു. തിട്ടമുടനിന്ത തിമിരാഴിയിൽ താഴെ തിടമുടനോ കർക്കടകമതിൽ. കർക്കിടകം എന്ന് അറിയാമോ എന്താണ്? കർക്കിടകം ഒരു മാസമല്ലേ? ആ, ചിങ്ങത്തിന്റെ മുമ്പുള്ളത് അല്ല, ലാസ്റ്റ് അല്ല, ഞണ്ട്. ഓ, ഞണ്ട്. ഈ കുരിശ് അല്ല, ഞണ്ട്, ഞണ്ട് വർഗം. ഞണ്ട് വർഗത്തിന് പറയുന്നത് കർക്കിടകം, വേറൊരു ഭാഷയാണ് അതിന്റെ. അപ്പൊ കർക്കിടകം ഞണ്ടാണ്. അപ്പൊ തിട്ടമുടനിന്ത തിമിരാഴിയിൽ താഴെ തിടമുടനോർ കർക്കിടകമതിൽ. കർക്കിടകം വന്ന് പിടിച്ചു, ഞണ്ട് വന്ന് പിടിച്ചു, തള്ളക്കാരെ പിടിച്ചു. ഈ കുരിശോടെ ഇങ്ങനെ ആടി കിടപ്പൊട്ടിയില്ലേ, ഇവിടുന്ന് കണ്ടുകൊണ്ട് വെട്ടം കണ്ട് വന്ന് പിടിച്ചിട്ട് വന്ന് ഇരുന്ന് കപ്പലിന്റെ ഒരു സൈഡിനെ പിടിച്ചോണ്ടിരുന്നു. മനസ്സിലായ? കടൽ ശാന്തമായി, ഒരു സംഭവം നടക്കണം, ശാന്തമായി. ഞാൻ ആ പാട്ട് ഞാൻ പാടിട്ട് വായിപ്പു തരാം. തിരയിൻ മൂടിയതാകെ തിരുക്കുരിശിൻ സ്വരൂപം. തിട്ടമുടനിന്ത തിമിരാഴിയിൽ താഴത്തിടമുടനയോ കർക്കടകമത്. പട്ടണം കടൽ കരയിൽ കൊടുവന്ന് പരനി കളിത്തവോ എളിയോർ കരുൾ പുരി സമയം. ദൈവത്തിന് വലിയർപ്പിച്ച പോലെ ഈ വിട്ട പുരുഷനുമില്ലേ, ആ ഞണ്ട് കടിച്ചു പിടിച്ചോണ്ട് ഈ കപ്പലിന്റെ വണ്ടിക്ക് കടലിൽ ശാന്തമായി ഇവർ ഒരു കരക്ക് വന്ന് അടുത്ത്, ഒരു പ്രദേശത്ത് അടുത്ത് ഇവരെല്ലാം കൂടി ഇറങ്ങി, ആൾക്കാരെ കൂടി ഇറങ്ങി ഇങ്ങേര
വാഴ്ത്തി പൊക്കിക്കൊണ്ട് വന്ന സിനിമയിൽ കാണുന്ന പോലെ അവരൊക്കെ പൊക്കുന്ന ഇവരിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടിങ്ങനെ ഇത് വരുമ്പോ അറ്റത്തിരിക്കുന്ന ഒരു ഞണ്ട് ഈ കുരിശുരോഗം കടിച്ചു പിടിച്ചിട്ടുണ്ട്. ആ പടിഞ്ഞാറ് കല്ല് വെച്ച് ഇട്ട സാധനം കരക്കിരിക്കണം. അങ്ങനെ എടുത്തിട്ട് ഒരു വാഴ വിട്ടതാണ് കുരിശുണ്ടെന്നൊരു ഐതിഹ്യം. അങ്ങനെയാണ് കുരിശ് ഞണ്ടി ശരിക്കും പറഞ്ഞ. പക്ഷെ അന്ന് ആ സമയത്ത് ഈ കുരിശ് പിടിക്കുന്ന സമയത്ത് അതിന്റെ ദേഹത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പാട്. അതറിഞ്ഞൂടാ, അത് അതിനെപ്പറ്റി ആരും പാടില്ല, ഇല്ലല്ലേ? അതിനെപ്പറ്റി ആരും പാടില്ല. ഇതാണ് പറയുന്നത്, ഈ കുരിശിന്റെ ഞണ്ടിന്റെ ഈ കുരിശിനെ എടുത്തിട്ട് ഒരു വാഴ ഇങ്ങനെ ഇട്ട് ഇതാണ് ഇങ്ങനെ ഇട്ടാന്ന് പറഞ്ഞ കുരിശുണ്ട്. അത് ഇവര് അടുത്തത് പരവർകുലം എന്ന സ്ഥലത്ത്, പരവർകുലം ആ സ്ഥലത്തെ പറ്റി ഞാൻ ഇന്നലെ അവിടെ ചോദിച്ചു. പരവർകുലം സ്ഥലം ഞാൻ പലരോട് ചോദിച്ചു, തമിഴ്നാടായിരിക്കുന്നെങ്കിൽ തോന്നുന്നു, തമിഴ്നാടായിരിക്കണം. പരവർകുലം എന്ന സ്ഥലം ഞാൻ ചോദിച്ചിട്ട് പിടികണ്ടില്ല. വെച്ചാൽ പരവന്മാര് താമസിക്കുന്ന സ്ഥലം ആകാം, അങ്ങനെ ആകാം, അത് എവിടെയാണെന്ന് പിടിയിട്ടില്ല. അവിടെ ഇറങ്ങി ചെന്നിട്ട് അന്നത്തെ രാജകീയ ഭരണം ഹൈന്ദവ രാജാക്കന്മാരുടെ ഭരണകാലം, അവിടെ ഒരു മതപ്രചരണം നടത്താനാ ദൈവജനം പറയാൻ നോക്കിയല്ല, കുന്നുകളെ ആ കാലഘട്ടത്തിൽ അവിടെ ചെന്നിട്ട് എന്ത് പറയാനാ, ഇങ്ങനെയൊന്ന് രാജാവിനെ കണ്ടു. അപ്പൊ പറഞ്ഞ എവിടെയെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് പോയിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പകലൊന്നും നടന്നിരിക്കാൻ ചെന്ന് അവർ പരിശ്രമത്തില്ല. അമ്പലങ്ങളിൽ കൂത്തും കൂടിയാട്ടും കഥകളിയും കാണാൻ ആളും ഇഷ്ടം പോലെ വരും. ഇങ്ങനെ ഒന്നും വല്ലതും പ്രായം പറഞ്ഞാൽ അവിടെ ആരും വരത്തില്ല. അങ്ങനെ അവസാനം കണ്ടൊരു മാർഗമാണ് മനുഷ്യനെ രക്ഷിക്കണം, പാപത്തിൽ നിന്ന് രക്ഷിക്കണം, പൈശാചിക തിന്മയുടെ ശക്തിയിൽ നിന്ന് ഇവരെ രക്ഷിക്കണം. അങ്ങനെ ഉപയോഗിച്ചൊരു സാധനമാണ് ഓട്ട് കഷ്ണം എടുത്ത് കൊട്ടിയിട്ട് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചതാണ് ദേവസ്ഥവിളി എന്നാണ് പറഞ്ഞു കേൾവി എന്റെ. ഞാൻ അന്ന് അവിടെ ഇല്ല. എത്രത്തോളം ശരിയുണ്ടെന്നും എനിക്കറിയാൻ വയ്യ, അതിന്റെ സത്യം. അപ്പൊ അങ്ങനെ പാട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഈ പുസ്തകപ്പാടി തന്നെ യേശുവിനെ ഇപ്പൊ അമ്മാനത്തിലൊരു കാര്യമുണ്ട്. യേശുവിനെ പിടിക്കാനായിട്ട് വന്നത് 1700 സേവകന്മാരാണ്, അറിയോ? 1700 പഴന്മാരാ വന്ന. 1700 സേവകരാന ഭയവറുകളേക്ക് 1700 പട്ടാളമസികൾ നോക്കിയപ്പം എല്ലാം യേശു. അവിടെ നിൽക്കുന്നതും പോകുന്ന എല്ലാരും യേശു. ആരാണ് യേശു എന്നറിയാവുന്നില്ല. യേശുവിന്റെ മുഖം നോക്കിയിട്ട് ഇത് യേശു, അത് യേശു, എല്ലാം യേശു. അങ്ങനെ അപ്പൊ യേശുവിന് മനസ്സിലായത് അവരമ്പരം നിൽക്കുകയാണ് എന്നറിയാം. അപ്പൊ അവരോട് ചോദിച്ച്, ആരെ നിങ്ങൾ തേടി വന്നീർ? അപ്പം അവർ പറഞ്ഞ് നസ്രായനെങ്കേനെ. നസ്രായകാരൻ നസ്രായൻ തിരക്കുന്ന നമ്മുടെ പുത്തപ്പനെ തിരക്കുന്ന അപ്പൊ നമ്മൾ പറയല്ലേ, പോലെ നസ്രായനെ തിരക്കുന്ന ഞാൻ താനവേ, അത് ഞാനാന്ന് പറഞ്ഞ്. ഇത് ഞാനാണ്, നിങ്ങൾ ചോദിക്കുന്ന ആള് തിരക്കുന്ന ആള് ഞാനാന്ന് പറഞ്ഞപ്പോ യൂതർ മയങ്കിയെ വീഴുന്ന ആൾ. പിന്നെ ഇത്തരം ആളുകൾ നിലംപതിച്ചു പോയി. ബാക്കി യേശുവിന്റെ ആ രൂപത്തിന്റെ ഞാനാണ് യേശു എന്ന് പറഞ്ഞപ്പോ ഈ വന്ന ആളുകളെല്ലാം ഭൂതരഹിതരായി പോയെന്നാ പറഞ്ഞു. അവരെ അനുഗ്രഹിച്ചാണ് അവർ എഴുന്നേൽപ്പിക്കുന്നത്. അതിനുശേഷമാണ് പിടിച്ച് പിൻകെട്ടി കൈ പിടിച്ച് പുറകെ കെട്ടിയാൽ കൊണ്ടുപോകണം. അങ്ങനെ പോണവിടെ തന്നെ ഒരു 5000 ശിലുവാനം അടിയാ പറഞ്ഞിരിക്കണം. അടി അതിൽ ഒരു അടി എടുത്തു പറയുന്നുണ്ട്, അന്നാസ് അടിച്ചടി. വീരുടൻ തിരു കന്നത്തടിക്കയിൽ വായ് വഴി ചോര ചിന്ത. കവളത്തടിച്ചിട്ട് വായ്പടി ചോര. ആ പാട്ടൊക്കെ അങ്ങനെ പറഞ്ഞു. ഒത്തിരി കഥ ആ പാട്ടൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആദാവിന്റെ 5000 മകനെ അമ്പനെ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്. അതൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകുക പാട്ട് കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെ ഒത്തിരി പാട്ടുകൾ പാട്ടുണ്ട്. ഇപ്പൊ ഞാൻ പെൺഡ്രൈവ് കൊടുക്കല്ലേ, അതിനകത്ത് ആ പാട്ടിനൊന്നും ശോകമില്ല. കാരണം അറിയാം, ഇൻഷുറൻസ് വെച്ചിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അതിനൊരു താളത്തിനൊരു 1 2 3 4 എന്നൊക്കെ പറഞ്ഞ അവരിങ്ങനെ ആ ഒരു താളം ഇടും. അപ്പൊ ആ താളത്തിൽ നമ്മൾ പാടിപ്പോണം. അപ്പൊ ആ പാട്ടിന്റെ ആ ശോകം അവിടെ കിട്ടത്തില്ല. അപ്പൊ ആ പാട്ട് വേറൊരു ലെവലാണ്. നമ്മൾ ഇതൊന്നും ഇല്ലാതെ പാടുമ്പോ അതിന്റെ ആ പാട്ടിന്റെ ഇത് കിട്ടും, ദുഃഖഭണ്ഡാരം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സെന്റ് സേവിയർ വന്നതിന് ശേഷമാണ് ഈ ഒരു ദേവാസ്ത വിളി രൂപം കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? സെന്റ് സേവിയർ ഭാരതത്തിൽ പായ്ക്കപ്പൽ വഴി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പായ്ക്കപ്പലിൽ വരുമ്പോൾ കപ്പലിൽ അനേകം പേർ പല ഇത് രൂപത്തിലും ഭാവത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പുള്ളിയും ഇങ്ങനെ അന്ന് അപ്പോസ്തലനാണ്, മറ്റേ ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ മതപ്രചരണത്തിനായിട്ട് പുള്ളി വരികയാണ്. അങ്ങനെ വരുമ്പോ ദൈവത്തിന്റെ എന്തോ ഒരു കൽപ്പന, ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ കാറ്റും കോളും ഉണ്ടായി, ഒരു ചുഴലിക്കാറ്റൊക്കെ വന്ന് കപ്പൽ ആണ്ടുപോകാനുള്ള ഒരു രീതിയിലെത്തി. കപ്പലുണ്ടായിരുന്നവര് രക്ഷപ്പെട്ടാൽ അങ്ങയുടെ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് ഇവർ പറഞ്ഞു. അപ്പം പുള്ളി നോക്കിയപ്പോ ഒരു വഴിയേ ഉള്ളു, ഞാൻ ഈ വിളിച്ചെന്റെ വിളി പ്രാർത്ഥന ദൈവം കേട്ടാൽ ഇവരെ ഇത്രയും പേരെ കിട്ടും, ആ ഒരു മനസ്സിൽ ഉള്ള ഒരു ഇത്. അങ്ങനെ നോക്കുമ്പോ കടലിങ്ങനെ രൂക്ഷമായി കപ്പലിനെ വിഴുങ്ങത്തക്ക രീതിയിൽ ഇങ്ങനെ കടൽ പൊന്തി ഇങ്ങനെ വന്ന സമയത്ത് ഒരു പാട്ടുണ്ട്.
ആ പാട്ടിലൂടെയാണ് ഞാൻ ആ പാട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ആ പാട്ടിന്റെ ഒരു രണ്ടുപേരും ഞാൻ കേൾപ്പിച്ചുതരാം. സമയം എങ്കൾക്കിറങ്ങയ സംഭ്രംസിക്ക് സൗരാർമദവനെ തുയ്യ സംഭ്രംസിക്ക് സൗരാർമദവനെ തുയ്യ സമയം എങ്കളை பாரும் தாசர் துன்பமாய் தேரும் சகல பதத்தையும் சததம் புரிந்தருள் சகல பணக்கிணை பாரி துரை துரை தகில சப்பிரசாதம் அடியவருக்கிந்த அனவரதம் அடி துதிகள் புகழ் வரும் சமயம் எங்கள் கிரங்கையா சம்பிரம் சேஸ்கி സൗരാർമദവനെ തുയ്യ സംഭ്രംസിക്ക് സൗരാർമദവനെ തുയ്യ കുരവൈ பயணம் தன்னிலே கோடிய சூரை குண்டிட மறைக்கலம்தான் கோடிய சூரை குண்டிட மறைக்கலம்தான் திரையின் மூடியதாக திருக்குரிசின் சொரூபம் திரையின் மூடியதாக திருக்குரிசின் சொரூபம் திட்டமுடன் இந்த திமிரழியில் தழத்திடமுடனையோர் கற்கடகமதில் பட்டணம் கடல் கரையில் கொடு வந்து பரணி கழித்த போல் எளியோர் கருள் புரி சமயம் எங்கள் கிரங்கையா சம்பிரம் சேஸ்கி சௌரார்மதவனே துய்யா சம்பிரம் சேஸ்கி சௌரார்மதவனே துய்யா കുരവൈ പയണം കുരവ എന്ന് പറഞ്ഞ ഒച്ച അപ്പൊ ഭയപ്പാട് ഒച്ചയിലിട്ട് വിട്ടു വരുന്ന കാറ്റ് അപ്പൊ ഭയപ്പെട്ട് അത് കാറ്റും ഗോൾ പോകുന്ന ഭയപ്പെട്ട് ഭയപ്പെടുന്നല്ലേ കൊടിയ ശൂരൈ കാറ്റ് കൂണ്ടിട മരക്കലം കൂണ്ടിടുക എന്ന് പറഞ്ഞാൽ അകപ്പെടുക കൂണ്ടിടുക അകപ്പെടുക മരക്കലം കപ്പല് അപ്പൊ അകപ്പെടാൻ പോണ കപ്പല് കൂണ്ടിട മരക്കലം താൻ മനസ്സിലായി അപ്പൊ കപ്പല് കടലിന്റെ ഉള്ളിലോട്ട് അകപ്പെടാൻ പോണ ആ സമയത്ത് പൊന്തി വന്ന കടലിന്റെ വെള്ളത്തിന്റെ മേലറ്റം അതാണ് തിരയിൻ മുടി ആ കടൽ വെള്ളത്തിന്റെ മേൽവശം അപ്പൊ കയ്യിരുന്ന് കുരിശിലും പുള്ളി പ്രാർത്ഥിച്ചു പറഞ്ഞ് ഇതേ ഒരു വഴിയുള്ളൂ ഇത് കൈവിട്ടാൽ പിന്നെ ഞാനിവിടെ പോയിട്ടും കാര്യമില്ല ജീവിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് രക്ഷിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഉള്ളിൽ കണ്ടുകൊണ്ട് തിരയിൻ മുടിയതാകെ തിരുക്കുരിശിന് സ്വരൂപം തിട്ടമുടൻ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ മേളിലെ അറ്റത്ത് ഇതിനെ വെച്ചു കൊടുത്ത് കുരിശിലും ആടി 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 കിഴപ്പോട്ട് പോയി കടൽ അതുപോലെ തന്നെ പൊന്തി വന്ന കടൽ അതുപോലെ തന്നെ പതിഞ്ഞു ശാന്തമായി കിഴപ്പോട്ട് നിന്ന കുരിശിലും ഒരു ഞണ്ട് കയറി പിടിച്ചു എടുത്തു കപ്പലിന്റെ ഒരു വശത്ത് പിടിച്ചിരുന്നു കടൽ ശാന്തമായി പരമർകുലം എന്നൊരു സ്ഥലത്ത് കപ്പൽ ചെന്ന് സുന്ദരമായിട്ട് അടുത്ത് എല്ലാവരും ഇറങ്ങി ഈ അപ്പോസ്തലനായ സെന്റ് സേവറും ഇറങ്ങി വരുമ്പോൾ മണ്ണിലിരിക്കുന്നു ഒരു ഞണ്ട് ഈ കയ്യിൽ നിന്ന് ഇട്ട കുരിശിലോ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പറയപ്പെടുന്നതാണ് അത് വാങ്ങിച്ചെടുത്തിട്ട് ഒരു വാഴ് വിട്ടതാണ് കുരിശണ്ടെന്ന് പറയും പക്ഷെ ആ കുരിശണ്ട് പിന്നെ എന്റെ ഓർമ്മയിൽ വേറെ ആരുടെയും കാര്യം ഞാൻ പറയില്ല എന്റെ ഓർമ്മയിൽ ഞാൻ നേരത്തെ ഒരു കാര്യമല്ല ഞാൻ കുരിശ് പിടിക്കാൻ പോകുമായിരുന്നു പാടാൻ പോകുന്നില്ല അങ്ങനെ ചെറുപ്പത്തിൽ ഓരോ വീടുകളിലും നമ്മുടെ തീരത്തുള്ള വീടുകളിൽ ചെല്ലുമ്പോൾ മിക്ക വീടുകളിലും അന്ന് രൂപപ്പലക എന്നാണ് പറഞ്ഞത് രൂപപ്പലയുടെ പറ്റ മേളിൽ ഒരു നൂലെ കെട്ടി തൂക്കിയിട്ടേക്കും ഇങ്ങനെയാണ് ഞാൻ ഒത്തിരി വീടുകളിൽ കണ്ടിട്ടുണ്ട് ഞണ്ടിന്റെ തോട് അതായത് പുഴുങ്ങി എടുത്തിട്ട് ആ തോട് ക്രമമായിട്ട് പൊളിച്ചെടുത്തിട്ട് ഇതെങ്ങനെ ഇരിക്കും ഇതിങ്ങനെ ഇരിക്കും ഇത്ര മട്ടത്തിലുള്ള തോട ആ തോടിങ്ങനെ പൊട്ടിച്ചൊരു നൂലെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കും ഇതിങ്ങനെ തൂക്കിയിടുന്നത് കൊണ്ട് എന്തെങ്കിലും ആ വിശ്വാസം ഞാൻ പറയാം കുരിശിനോടുള്ള ആ ഒരു ഭക്തി കുരിശ് ഞണ്ടെന്ന് പറഞ്ഞപ്പോ കുരിശല്ലേ അപ്പൊ കുരിശ് എന്നുള്ളതിന്റെ ആ ഒരു മഹത്വം വെച്ചായിരിക്കാം ആ തോട് തൂക്കിയിട്ടെന്നാണ് എന്റെ വിശ്വാസം അല്ലെ പിന്നെ തൊണ്ടിടാണ്ടായിരുന്നു ആ തൊണ്ട് ഒരുപാട് വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ കാറ്റത്ത് അതിങ്ങനെ കറങ്ങും കറങ്ങി പിരിമുറി ഇങ്ങനെ പോയിട്ട് കാറ്റ് മാറുമ്പോ തിരിഞ്ഞിറങ്ങും അപ്പൊ ഈ തോടിതാണ് ഈ കുരിശന്റെ അപ്പൊ ആ ഞണ്ടിനെ അന്ന് ആരും ഉപയോഗിക്കത്തില്ല തിന്നത്തില്ല വളരെ ഇതായിട്ട് കടലിൽ പോയാൽ വള്ളത്തിൽ ഈ വലയിലൊക്കെ ഉടക്കി കിട്ടിയോണ്ടല്ല വളരെ ഭദ്രമായിട്ട് അതിന്റെ കയ്യോ കാലോ നഷ്ടപ്പെടുത്താതെ അഴിച്ച് വിടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് ഇങ്ങോട്ട് കിട്ടിയോടെ വടിയെടുത്ത് 2 അടിയടിച്ച് ചതച്ച് അവരെ പൊളിച്ച് ഇത് കറി വെച്ച് തന്നെയാണ്
വറുത്ത് തിന്നെയാണ്. ഇന്നാലും ഭയങ്കര വിലയാണ്. ശരിക്കും മാംസമുള്ള ഒരു ഞണ്ടാണ്. അപ്പൊ ഇതിങ്ങനെ പറയപ്പെടുന്നത് ഈ ഞണ്ടിന്റെ ഇത് പറയുന്നുണ്ട്. അപ്പൊ പുള്ളി വന്നപ്പോൾ അന്നത്തെ രാജാവിന്റെ പോയി കണ്ടു. എനിക്ക് ഇങ്ങനെ ഞാൻ ഇന്ന പോലെ ഒന്നാണ്. അപ്പൊ ആർക്കും എന്തും ചെയ്യാൻ പറ്റും. രാജാവ് ഒന്നും കൊല്ലാൻ പറ്റില്ല. പുള്ളി പറഞ്ഞു താങ്കളുടെ എന്താണ് അതിന്റെ ഇഷ്ടം നടത്തോളെ. അങ്ങനെ പുള്ളി എന്നിട്ട് വിളിച്ചു ഞാനിങ്ങനെ ദൈവവചനം പറയാൻ വന്നാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ ആരും വരത്തില്ല. അപ്പം കൂത്ത് കാണാനും പിന്നെ കഥകളി കേൾക്കാനും ഒക്കെ ആളുകൾ ഇങ്ങനെ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. മറ്റുള്ള കാര്യത്തിലൊന്നും വരില്ല. അങ്ങനെ പുള്ളി എന്ത് ചെയ്താ രാത്രി ആയപ്പോ ഓടിന്റെ കഷ്ണം എടുത്ത് രാത്രി ആയപ്പം നല്ല പാതിര സമയമാകുമ്പോ പുറത്തു പോകുന്നോണ്ട് മണിയടിക്കും. ഇങ്ങനെ കൊട്ടുമ്പോ നല്ല നാദം കേൾക്കുമ്പോ ഈ ഇന്നത്തെ പോലെ ബംഗ്ലാവൊന്നും അല്ലാത്ത വീടുകളൊക്കെ അവിടെ ഈ ഓലയും അത് ചെറിയ അപ്പൊ പുറത്തു നടക്കുന്ന ശബ്ദം ശരിക്കും ഉള്ളിൽ കിട്ടും. അപ്പൊ ഈ മണിനാദം കേൾക്കുമ്പോ പെട്ടെന്ന് പറയാം അമ്മ ഒരു സ്വരം കേൾക്കണമെന്ന് പറയും. പിന്നെ ശ്രദ്ധിക്കും. ഈ ശ്രദ്ധ ഇങ്ങനെ വരുമ്പോ ഉച്ചത്തിൽ വിളിച്ചു പറയും ദൈവവചനം. ഈ വചനം വിളിച്ചു പറയും ഈ വാക്കുകൾ. ഈ പാപം ചെയ്യാതെ ദൈവത്തോട് വരിക, ക്രിസ്തവர்களെ ക്രിസ്തു അനുയായികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ വിളി വിളിച്ച് ഓരോ കാര്യങ്ങൾ പാപം ചെയ്ത് ചോദിച്ചാൽ മരണം വരും, മരണം നിനക്ക് ഉറപ്പാണ്, എപ്പോൾ മരിക്കുന്ന പറഞ്ഞാൽ നീ നരകത്തിൽ പോയാലുള്ള അവസ്ഥ ഇതാണ് എന്നൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ഈ ആളെ കേൾപ്പിക്കും. അപ്പൊ ചിലർ ഇത് കേൾക്കുമ്പോൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ അങ്ങനെ വന്ന് ആ പഴമ ഇങ്ങനെ പോന്നിട്ട് ഞങ്ങളുടെ ഓർമ്മയിലൊക്കെ വിളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ചില വീടുകളിൽ നമ്മൾ ചെല്ലുന്ന മണിയിടുമ്പോ അകത്ത് ചിലപ്പോൾ സംസാരം കേൾക്കുമായിരിക്കും. മണി ഇട്ട് കഴിയുമ്പോൾ ഉടനെ വിളക്കെടുത്തികളെ ഞാൻ കണ്ടുണ്ട്. വിളക്കെടുത്തി അനങ്ങാതിരിക്കും. ചില വീടുകളിൽ ഉറക്കമായിരിക്കാം. അവർ എഴുന്നേറ്റ് തിരികെത്തിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ 2-3 തരത്തിലുള്ള ആളുകൾ. ചിലര് അതിനോട് പ്രാർത്ഥന ഭയമായിട്ട് കാണും. ചിലര് പേടിച്ചിട്ട് ഈ ദേവാസ്ത വിളിക്കുമ്പം പൈശാചിക ശക്തി ഇളവൊന്നും വരുവൊന്നും പോകുന്നു, തിന്മയുടെ ശക്തി ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ വിളിച്ചില്ലേ മഹാകർണമാന ശാപാന പാപത്തിലകപ്പെട്ട ക്രിസ്തവர்களെ അവർഗേളന്ത ആയാതി തുർക്കുന്തമാന ശവിക്കപ്പെട്ട വെറുക്കപ്പെട്ട പൊല്ലാத പാപക്രിയകളെ വിട്ട് നീങ്ങവും വിട്ട് ഉപേക്ഷിക്കാൻ. ആ വിളിയിൽ പറയട്ടെ വിട്ട് ഉപേക്ഷിക്കാൻ. ചങ്ങലകൾ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ പോലെ വിട്ടുപേക്ഷിക്കാൻ പറയാം. ആ വിളിയുള്ളതാണ്. അപ്പൊ പൈശാചിക ശക്തികളൊക്കെ അകന്നു പോകാൻ വേണ്ടി വിളിച്ചോണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് സെന്റ് സേവർ വന്നതിന് ശേഷം ഉണ്ടായതായിട്ടാണ് അറിയപ്പെടുന്നത്. അല്ലാതെ ഇവിടെ ആരും അത് ചെയ്തിട്ടില്ല. നമ്മുടെ മുൻപുള്ള ഇവിടെ ഉള്ളവരാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തമിഴ് ശൈലിയിലാവും. തമിഴ് ഈ ചിന്നത്തമ്പി വേദനായകം അന്ന് വേണ്ട കുറച്ച് അണ്ണാവിമാരൊക്കെ ഉണ്ടായിരുന്നു. അവര് ഈ പാണ്ഡ്യ ക്രിസ്ത്യാനി അങ്ങനെ എന്തോ ഒക്കെയാണ്. അപ്പൊ അവരിൽ നിന്ന് രചിക്കപ്പെട്ടുകൊണ്ടാണ് തമിഴ് വാക്ക് വന്നത്. ഇപ്പൊ ചവിട്ടുനാടകം ഇവിടെ കേരളത്തിൽ വന്ന് ചവിട്ടുനാടകം ഇന്ന് ഇപ്പൊ കേരളം ഒട്ടാകെ മൊത്തം ഞാൻ ഒമാൻ വരെ പോയി കളിച്ചിട്ടുണ്ട് നാടകം കൃപാസനത്തിന്റെ കെറോഫില്. അപ്പം ഈ ചവിട്ടുനാടകം ഈ തമിഴ് ഇപ്പോഴും തമിഴാണ്. യഥാർത്ഥ ചവിട്ടുനാടകം തമിഴാണ്. അതിന്റെ കാരണം അറിയാവോ? പോർച്ചുഗീസ് മിഷണറിമാര് ഭാരതത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് ഇവിടെ വന്നിട്ട് ദൈവവചനം പറയണ അവരും വന്നത്. അവര് വന്നിട്ട് ഒന്നും നോക്കണില്ല. ഈ കഥകളിയും മധുവൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആളുണ്ട്. അപ്പൊ അവര് നോക്കിയപ്പോ കലയിലൂടെ മാത്രമേ ആളെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് ബുദ്ധി തെളിഞ്ഞു. അപ്പൊ അവർക്ക് ഇവിടുത്തെ കഥയെ കുറിച്ച് വല്ലതും അറിയാവോ? ഇവിടുത്തെ കലാരൂപങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് അറിയാൻ പോയാ അവര് അവിടെ പോയിട്ട് അവിടുത്തെ ഉപ്പേറ എന്ന് പറഞ്ഞ ഒരു നൃത്ത പരിപാടിയുണ്ട്. അതിന്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടുത്തെ ചിന്നത്തമ്പി എന്ന് പറഞ്ഞ അണ്ണായിമാര് അത് ഇരുന്ന് എഴുതി അവിടുത്തെ പോർച്ചുഗീസ് ഭാഷയല്ല തമിഴിൽ എഴുതി. അതാണ് ചവിട്ടുനാടകം. ഫ്രാൻസ്, തുർക്കി, റോമൻ, ഹംഗറി ഇതിലെ രാജാക്കന്മാരുടെ കഥയാണ് ചവിട്ടുനാടകം. ഇപ്പൊ കാൾസ്മാൻ ഫ്രാൻസിൽ ചക്രവർത്തിയാണ്. ബ്രിജീനയിലെ പിന്നെ റോമൻ ചക്രവർത്തി ലോഥോനിയൻ റോമിലെ ചക്രവർത്തിയാണ്. പിന്നെ ബ്രിജീന രാജ്ഞിയുടെ അപ്പൻ ഹുംഗേറിയൻ, അദ്ദേഹം ഹംഗറിയിലെ രാജാവാണ്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തെയും രാജാക്കന്മാരുടെ കഥകളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ആ കോസ്റ്റ്യൂം ഒക്കെ വരാൻ കാരണം. ചക്രവർത്തിമാരുടെ ആ കോസ്റ്റ്യൂം ഒക്കെ ഇവിടെ വരാൻ കാരണം. ഇവിടെ അത് തിളങ്ങുന്ന വേഷമൊന്നും അല്ലായിരുന്നു. അവിടുത്തെ വേഷമാണ് ഇവിടുത്തെ. അവന് അവിടുത്തെ നൃത്ത പരിപാടിയുടെ ആ ഒപ്പര എന്ന് പറഞ്ഞ ചവിട്ടിന്റെ അതാണ് ഇവിടെ ചവിട്ട് വന്നത്. അതാണ് ചവിട്ട് നാടകം രൂപം കൊണ്ടത്. ഈ ചവിട്ട് നാടകം എന്നുള്ള ഒരു പേര് വരാൻ കാരണം ചവിട്ടാണ് പ്രധാനം. ചവിട്ടാണല്ലോ പ്രധാനം. അതുകൊണ്ടാണ് ആ ഒരു പേര്. താളമാണ്. അതായത് വായ്ത്താരി, ചൊല്ല്, താനവട്ടം, തന്തന്നൈ താനൈ തന്നൈ തന്നൈ തന്തന്നൈ തന്നാന തന്നൈ തന്തന്നൈ താനൈ ആ താളത്തിനുള്ള ചവിട്ട്. ഈ ചവിട്ടാണ് വന്നെ. അപ്പൊ ചവിട്ട് വന്നത് ചവിട്ടുനാടകത്തിന്റെ ഈ ഒരു സംഭവം ഉണ്ടോ. ഈ പാട്ട് നാടകത്തിന്റെ പേരാണ് ചവിട്ട് നാടകം. അപ്പൊ
ആ അവിടുത്തെ ഒപ്പര എന്ന് പറഞ്ഞ സംഭവത്തിന് ഇതുപോലെ ഈ ചവിട്ടണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കലാരൂപങ്ങൾ പോലെ തന്നെ അമ്മാനം എന്നൊരു കലാരൂപമുണ്ട്. അതിലും സാറ് ഫേമസ് ആണെന്നറിയാം. അപ്പോ അതറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എന്താണ് ഈ അമ്മാനം? കാരണം പഴയ കാലത്തുള്ളവർ മാത്രം കേട്ടു പഴകിയ ഒരു പേരാണ് ഈ അമ്മാനം. പിന്നീട് ഇങ്ങോട്ട് വന്ന തലമുറകൾക്ക് പരിചിതമല്ല. അപ്പൊ ശരിക്കും എന്താണ് ഈ ഒരു അമ്മാനം? അമ്മാനം പണ്ട് മരണ വീടുകളിൽ വായിക്കുന്ന ഒരു ദുഃഖകണ്ഠാരം ഉള്ളൊരു പർവ്വ രീതി, രാഗം എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള വായിക്കുന്ന ഒരു തമിഴ് ശൈലിയിലുള്ള ഒരു ഇതാണ് അമ്മാനം എന്ന് പറഞ്ഞത്. അത് മരണ വീട്ടിലാണ് വായിക്കുന്നത്. പിന്നെ യേശുവിന്റെ പീഡാനുഭവ മഞ്ചത്തിന്റെ അരികിൽ പോയിരുന്നിട്ട് വായിക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യണം. പ്രധാനമായിട്ടും പണ്ട് മരണ വീടുകളിൽ സ്ഥിരം വായിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് അമ്മാനം. ഇപ്പോൾ അത് എങ്ങും ഇല്ല. അമ്മാനം ഇപ്പൊ കേൾക്കാനേ ഇല്ല, ആർക്കോട്ട് അറിയാനും വയ്യ, അത് നടത്താൻ ആർക്കും താല്പര്യമില്ല. ഇപ്പൊ നമ്മുടെ അച്ഛൻ ഇപ്പൊ കുടിയാശ്ശേരി അച്ഛനൊക്കെ, ജോസഫ് അച്ഛനൊക്കെ, അവരൊക്കെയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ ആളെ അറിയിക്കുന്നത്. ഇപ്പൊ ചവിട്ടാടകം, അമ്മാനം, പുത്തമ്പാന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അതിന് ജീവൻ കൊടുത്ത് ഇപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്നത് അവരെ കൊണ്ടാ. ഇല്ലെങ്കിൽ വേറെ ആരും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന കലാരൂപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് പുത്തമ്പാന മാത്രമാണ്. പുത്തമ്പാന കാരണമുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയുക, ഈ പറഞ്ഞ സാധനം തമിഴാ. പുത്തമ്പാന അർണോസ് പാതിരി രചിച്ചതാണ്. അത് മലയാളമാണ്. അപ്പൊ മലയാളം ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് പഠിക്കാനും, ഒരു ഏത് ഉച്ചാരണം അത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാനും പറ്റും. പക്ഷെ അതുപോലെ തന്നെ തമിഴ് പറഞ്ഞ ഈ അമ്മാനമില്ലേ, അതും പഠിക്കാം. നമ്മൾ അത് തമിഴ്ന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു പെട്ടെന്നൊരു ഇത് തമിഴല്ലേ എന്നുള്ള ഇത്, പക്ഷെ നമുക്കത് പഠിക്കാൻ വളരെ വേഗത പെട്ടെന്ന് പഠിക്കാം. പക്ഷെ മലയാളം ആയതുകൊണ്ടാണ് പുത്തമ്പാന. പിന്നെ പോരായിട്ട് നമ്മുടെ തീരപ്രദേശങ്ങളിലായിരുന്നു ചവിട്ടുനാടകവും മതവണക്കപ്പാട്ട്, അണ്ണാവിപ്പാട്ട്, പെസകാപ്പാട്ട്, ദേവാസ്തോളിയൊക്കെ കണ്ടത്. കിഴക്കോട്ടാണ് ഈ പുത്തമ്പാനയ്ക്ക് പ്രചാരം. കിഴക്കൻ പ്രദേശങ്ങളിൽ അവരിപ്പോഴും നടത്തുന്നുണ്ട്. അവിടെ വായിക്കും പള്ളികളിലൊക്കെ അവിടെ. അപ്പൊ പുത്തമ്പാനം മലയാളമായതുകൊണ്ടാണ് ഇതിങ്ങനെ എല്ലായിടത്തും ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പൊ എന്തായാലും സാർ അമ്മാനത്തിലെ ആ ഒരു 2 വരി ഒന്ന് മൂളാമോ? തീർച്ചയായിട്ടും. சென்றோர் திருச்சுதண்டன் சீஷரையும் தான் கூட்டி நன்றாய் விடை கேட்டு மானிடர்காய் பாடுபடா சீஷரையு மந்த சிறந்த தவமுடைய பேஷரையும் அங்கே வெளிப்புறத்தில் വിട്ടു വയ്ത്ത്. ഈ അമ്മാനം പോലെ തന്നെ അത്രയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പുത്തമ്പാന. എനിക്ക് തോന്നുന്നു അന്ന് ഇപ്പൊ പറഞ്ഞ ഈ കലാരൂപങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പ്രചാരത്തിലുള്ളത് പുത്തമ്പാന തന്നെയാണ് അല്ലെ? പുത്തമ്പാനാണ് എല്ലാവരും വായിക്കുന്നത്. അതെ, അത് കാരണം മലയാളം ആയതുകൊണ്ടാണ് എല്ലാവരും അത് കൈകാര്യം ചെയ്യുന്നത്. മറ്റേ തമിഴായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഭയപ്പാട്, തമിഴ് വാക്കുകൾ പറയാനുള്ള ഒരു എന്തോ ഒരു ഇത്. മറ്റത് മലയാളം സുഖമായിട്ട് വായിക്കാം, അറിയാം. അതുകൊണ്ടാണ് അത് അങ്ങനെ എല്ലാരും ചെയ്യുന്നത്. എല്ലാ ഇടങ്ങളിലും കിഴക്കോടെല്ലാം പുത്തമ്പാനാണ് വായിക്കുന്നത്. സാറും പുത്തമ്പാന വായിച്ചിട്ടുണ്ടല്ലേ? ഞാന് പിന്നെ അമ്മാനം വായിച്ചത് പിന്നെ ഒരു ഇന്ദിരാഗാന്ധി മരിച്ചപ്പം ഒരു മൗനയാത്ര ഉണ്ടായിരുന്നു. അന്ന് ഒരു പന്തലിൽ ഭാഗവത പാരായണം, ഖുറാൻ, അമ്മാനം 3 ഐറ്റം ഒരേ വേദിയിൽ 3 പേരിരുന്ന് വായിക്കായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്ത് ഞാനും അമ്മാനം, ആലപ്പുഴ നിന്നുള്ളൊരു മുസ്ലിം പയ്യൻ ഖുറാൻ, ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആള് ഭാഗവതം, അങ്ങനെ ഞങ്ങൾ അപ്പൊ അന്ന് വായിച്ചതാണ്. അപ്പൊ എത്ര വർഷമായി. പിന്നെ ഇങ്ങോട്ട് മരണ വീട്ടിലൊന്നും അമ്മാനം വായിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മയിൽ കിടക്കുന്ന സാധനമാണ് ഇതൊക്കെ. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്മ കന്യാമണിതന്റെ. അതിന്റെ ഒരു പ്രത്യേകത അവിടെ അത്
എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഇപ്പൊ ഏത് കൊച്ചിന്റെ ചോദിച്ചാലും അത് വായിച്ചിരിക്കും. അതെ, പുത്തൻപാന എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന പുതിയ പാനയാണ്. അതുകൊണ്ടാണ് പുത്തൻപാന എന്ന് പറഞ്ഞത്. വെച്ചാൽ അമ്മാനം പാനയാണ്, അമ്മാന ഒരു പാരയാണ്, അമ്മാന പാരായണം ഒരു ഇതാണ്. അപ്പൊ അതുപോലെ തന്നെ വന്ന ഒരു പുതിയ രണ്ടാമത് അതേ രീതിയിൽ വന്നുകൊണ്ടാണ് പുത്തൻ പാന കൊടുത്തിരിക്കണം. നമ്മുടെ അച്ഛൻ അർണോസ് ഫാദർ രചിച്ചാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ, നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഈ ഒരു നോമ്പ് കാലത്ത് ഇത്തരം കലാരൂപങ്ങൾ, അന്യം നിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു കലാരൂപങ്ങളെ പറ്റിയിട്ട് നമ്മളോട് സംസാരിച്ചതിനും ഒരുപാട് നന്ദി.